നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ജങ്ക് ഫയലുകളും കാഷെ ഫയലുകളും ഉണ്ടായിരിക്കും. ഇത് രണ്ടും എങ്ങനെയാണ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്തും വെബ് ബ്രൗസറിലൊക്കെ പോകുന്ന സമയത്തും ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ നമ്മുടെ മൊബൈലിൽ സേവ് ആയി കിടക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ ഫോണിന്റെ ഹാങ്ങിങ് പ്രോബ്ലത്തിനും അതേപോലെ ബാറ്ററി പെർഫോമൻസിനും ഒക്കെ തന്നെ കാരണമാകുന്നതാണ്. അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കൂടുതൽ കിട്ടുന്നതാണ് ഫോണിന്റെ പെർഫോമൻസ്. അപ്പോൾ ആ ജങ്ക് ഫയലും കാഷെ ഫയലുകളും എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനും അതേപോലെ തന്നെ പെർഫോമൻസ് വർദ്ധിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ജങ്ക് ഫയൽസുകൾ ക്ലിയർ ചെയ്ത് ഒഴിവാക്കിയാൽ മതിയാകും. അതിനുവേണ്ടി നമുക്ക് മൊബൈലിൽ ഓൾറെഡി വന്നിട്ടുള്ള ഫയൽ മാനേജർ ഉണ്ടാകും. അത് ഇല്ല എങ്കിൽ, അതായത് ഫയൽ മാനേജർ നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഫയൽ മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫയൽ മാനേജറുകളുടെ സോഫ്റ്റ്വെയർ കാണിക്കുന്നുണ്ടാവും. അതിൽ നല്ല ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ MIയുടെ ഒരു ഫയൽ മാനേജർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുത്താലും മതി. നേരെ പിറകോട്ട് പോകുന്നു. ഇവിടെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫയൽ മാനേജറാണ് ഈ യെല്ലോ കളറിൽ കാണിക്കുന്നത്. ഫയൽസ് എന്ന് പറഞ്ഞ് മൊബൈലിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഫയൽസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ആദ്യം തന്നെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫയൽസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലാണ് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ക്ലീൻ, ബ്രൗസ്, നിയർ ബൈ, ഷെയർ എന്ന്. അതിൽ ക്ലീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജങ്ക് ഫയൽസ് ക്ലീൻ എന്ന് കാണിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. ക്ലീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടെമ്പററി ആപ്പ് ഫയൽസ് ഫുള്ള് ക്ലിയർ ആവും എന്നാണ് പറയുന്നത്. അത് ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആകുന്നതാണ്. ഞാനിപ്പോൾ ക്ലിയർ കൊടുക്കുന്നില്ല. നമുക്ക് മറ്റേ രീതിയിലും കൂടെ ഒന്ന് നോക്കാവുന്നതാണ്. നേരെ ക്യാൻസൽ കൊടുക്കുന്നു. ഫയൽ മാനേജർ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലാണ് കാണിക്കുന്നത്. ഇവിടെ 3 ലൈൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ അത് മെനുവിൻ്റെതാണ്. രണ്ടാമതായി കാണുന്ന ആ ഒരു ബ്രഷിൻ്റെ സിമ്പിൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ക്ലീനപ്പ് എന്ന് പറഞ്ഞ് ഒരു ബ്ലൂ ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. മുകളിൽ 63% ഇവിടെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് ഡാറ്റ കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ആപ്ലിക്കേഷനുകളിലുള്ള ഫയലുകളുടെ സൈസാണ് ഇവിടെ കാണിക്കുന്നത്. അത് ക്ലീൻ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ആകുന്നതാണ്. വലിയ ഫയലുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ്. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി മുകളിലേക്ക് തന്നെ വരുന്നു. നമുക്ക് ഇവിടെ ക്ലാഷ് ഫയലുകളാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന ക്ലീനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എവിടെയൊക്കെയാണ് ക്യാഷ് ഫയലുകൾ ഉള്ളത്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഏറ്റവും താഴെ കാണുന്ന ക്ലീനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലീൻഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ഫോണ് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ ക്ലീനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാഷ് ഫയലുകളും ഇതിലില്ല എന്ന് മനസ്സിലാക്കാം. എല്ലാ ട്രാഷ് ഫയലുകളും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വീണ്ടും നമ്മൾ ഫയലിൽ തന്നെ പോകുന്നു. ഫയലിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ജങ്ക് ഫയൽ 1.82 GB ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് 2 GB അടുത്ത് ജങ്ക് ഫയലുകൾ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഫോണിൽ
വേണ്ടാതെ കിടക്കുന്ന ഒരുപാട് ഫയലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അത് ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ക്യാഷ് ഫയലുകളും മറ്റ് ഫയലുകളും ഒക്കെ ഇതിൽ സേവായി കിടക്കുന്നുണ്ടാകും. അതൊക്കെയാണ് ജങ്ക് ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ടെമ്പററി ആപ്പ് ഫയൽസ് എന്ന് പറഞ്ഞ് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നമ്മൾ ഫോണിലുള്ള ടെമ്പററി ഫയൽസുകളും അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. ആ ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബാറ്ററി യൂസേജും മൊബൈൽ ഡാറ്റ യൂസേജും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് നല്ല പെർഫോമൻസോട് കൂടി സ്പീഡോട് കൂടി നല്ല ബാറ്ററി ലൈഫോട് കൂടി ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ക്ലിയർ കൊടുക്കുന്നു. ക്ലീനിങ് ടെമ്പററി ആപ്പ് ഫയൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഫോട്ടോ തന്നെ 2 എണ്ണമായിട്ട് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആപ്പൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫയൽ അതേപോലെ 2 ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ APK ഫയലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആയി കിട്ടും. അതിന് സെലക്ട് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ APK ഫയലാണ്. അത് 2 എണ്ണമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഒറിജിനലും ഉണ്ട്, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് ഇപ്പോൾ 2 ഫോട്ടോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒറിജിനലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അത് 4.63 MB ഉള്ള ഫോട്ടോ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലുള്ള ഓൾ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയി വന്നിട്ടുള്ള എല്ലാ ഫയലുകളും ഡിലീറ്റ് ആകുന്നതാണ്. ഓക്കെ, മൂവ് 86 ഫയൽസ് ടു ബിൻ എന്നുള്ള ഏറ്റവും താഴെ കാണുന്ന അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഡിലീറ്റ് ആവുന്നുണ്ട്. 86 ഫയലാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ക്ലീൻ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. നേരെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിലീറ്റ് MEMES എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് സെലക്ട് ഫയൽ കൊടുത്തിട്ട് നമുക്ക് അതും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകളൊക്കെയാണ്. അത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വെച്ചിട്ട് ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല. നേരെ താഴെ കാണുന്ന ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട് ഉണ്ടാവും. പണ്ട് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഇതിൽ കിടക്കുന്നത്, അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ ബ്ലറി ഫോട്ടോസ് ഉണ്ടാവും. ബ്ലറി ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിലല്ലാത്ത നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ അതിൽ വേണമെങ്കിൽ സെലക്ട് ഫയൽ അടിച്ച് നേരത്തെ ക്ലീൻ ചെയ്ത പോലെ തന്നെ ക്ലീൻ ചെയ്ത് മെമ്മറി കൂട്ടാൻ സാധിക്കുന്നതാണ്. പിന്നെ ലാർജ് ഫയൽ, അങ്ങനെ കാറ്റഗറി ബേസിലാണ് ഇവിടെ ഓരോന്നും കാണിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഇവിടെ സാധിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ക്യാഷ് ഫയലും അതേപോലെ തന്നെ ട്രാഷും ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ ഇതിൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ടാകും. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാഷ് ഫയലുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് മെമ്മറി പെർഫോമൻസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.